കുഞ്ഞു കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിനെ ഒന്ന് വിളിച്ച് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ഒന്ന് ആശ്രയിച്ച് നമ്മൾ അങ്ങനെ കർത്താവിനെ, ഞാൻ അങ്ങനെ അങ്ങ് നടക്കുന്ന കർത്താവുമായിട്ട് അങ്ങനെ അങ്ങ് സിങ്കായെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ കൂടെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും കർത്താവിൻ്റെ ഏക വണക്കം നമ്മൾ ഉൾപ്പെടുത്താത്തതാണ്. എന്തുവാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഞായറാഴ്ച ചർച്ചിൽ വന്നോണം. ആരോടാ? ഞായറാഴ്ച നാമ്പടത്ത് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാമെന്ന് ഞങ്ങൾ TV പ്രോഗ്രാമിന് പറയുന്ന പോലെ യേശുവിനോട് എന്നാ പറയും? ഞങ്ങളുടെ വീട്ടിലോട്ടൊന്നും വന്നേക്കല്ലേ, ബിസിനസ്സിനൊന്നും വന്നേക്കല്ലേ. എവിടെ ഇരുന്നോണം? മധുബഹായിലോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേജിലോ ഇരുന്നോണം. ഞങ്ങളെ ശല്യപ്പെടുത്താൻ അങ്ങോട്ടൊന്നും. ഇതാ നമ്മുടെ ഒരു മതപരമായ ആശയം നമ്മുടെ എല്ലാ അകത്തുണ്ട്. അങ്ങനെ അല്ല. കയ്യെ പിടിച്ചോർ ആ പേര് മാറ്റി ഇമ്മാനുവേൽ എന്നാക്കിയെന്ന് പറ. സ്തോത്രം. എന്തോ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. എൻ്റെ കൂടെ ഒന്നിരിക്കണേന്നൊന്ന് പ്രാർത്ഥിച്ച്. കൂടെ ഉണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ കൃപ തരണേന്നൊന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവ് നമ്മൾ വിളിച്ചിട്ട് വന്നാണോ യേശു പറഞ്ഞിട്ട് വന്നാണോ? ഉറക്കെ പറഞ്ഞേ. ഞാൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എന്നാണോ? പിന്നെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. കയ്യപ്പിടിച്ചോ. പരിശുദ്ധാത്മാവ് പൊക്കോളാൻ നിങ്ങൾ പറഞ്ഞാലും പോവുകയല്ലെന്ന് പറ. അത് പറഞ്ഞ ആൾ പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? പോവുള്ളൂ. ഇപ്പം നിങ്ങൾ എന്നോട് പറയുകയാണ് തോമസ് കുട്ടി അങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ പോവോ? പക്ഷെ തങ്കു ബ്രദർ പറഞ്ഞാലോ പോവും. ഇറങ്ങാതിരിക്കാനൊരു പണിയില്ല. പ്രൈസ് ലോർഡ്. തങ്കു ബ്രദർ ഇതിൻ്റെ മുകളിൽ കർത്താവ് നിർത്തിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പോവോ? അടുത്തിരിക്കുന്ന ആൾ പറയാം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പോവുകയില്ലെന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം തന്നെ ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഭർത്താവ് പറയാം നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവോ? അത് കയ്യിലിരിക്കട്ടെ എന്ന് പറയാം. ഞാൻ ചുമ്മാ അങ്ങോട്ട് കയറി വന്നല്ല എന്ന് പറഞ്ഞ് പറ. അന്ന് എന്നെ കണ്ടപ്പോൾ ഓർക്കണമായിരുന്നു, ഒന്ന് കയ്യെ പിടിച്ച് പറ. തിരക്കണമായിരുന്നു പറ. അല്ലേ? എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ കയ്യെ പിടിച്ച് പറഞ്ഞേ. എൻ്റെ സ്വഭാവം പറഞ്ഞേ. അങ്ങനെ ഭർത്താവിനോട് പറയത്തില്ലേ? അന്ന് ചൊവ്വ എന്ത് ചെയ്യണമായിരുന്നു? ഇപ്പോൾ 2 പിള്ളേരും ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറയുന്നു. ആ പണിയൊന്നും നടക്കുമോ? നിങ്ങളുടെ അടുത്ത് വല്ലതും പണി നടക്കുമോ? നടക്കത്തില്ല. പ്രൈസ് ലോർഡ്. അത് ഞങ്ങൾക്കെല്ലാം പിടികിട്ടി നിങ്ങളുടെ അടുത്ത് പണി നടക്കുകയില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അത് തന്നെയാണ് നമ്മുടെ മണവാളനും. ആ കർത്താവിനോട് പറ, എന്നെ പ്രേമിച്ചപ്പോൾ ഓർക്കണമായിരുന്നെന്ന് പറ. യേശുവിനോട് പറ. ഞാൻ ഈ സൈസാന്ന് അറിയാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചേ. അങ്ങനെ ചോദിച്ചു സിസ്റ്ററെ. ഓർക്കണമായിരുന്നു പറ. സ്തോത്രം പറ. അപ്പം നമ്മൾ അതല്ലേ സത്യം? അല്ലേ പിന്നെ ഈ മണവാളൻ മണവാട്ടിന്ന് ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. കയ്യെ പിടിച്ച് പറ, നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളെന്ന് യേശുവിന് അറിയാമെന്ന് പറ. ഒരു ഗുണമില്ലാത്ത പാർട്ടിയാണ് നിങ്ങളെന്ന് അറിഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് കയ്യെ പിടിച്ച് പറഞ്ഞേ. സ്തോത്രം. ഇനി അഭിനയിക്കുകയൊന്നും വേണ്ട. പറഞ്ഞേ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചോ എന്ന് പറഞ്ഞേ. സഭയെ വരുമ്പം വലിയ വിശുദ്ധമായിട്ടൊക്കെ അഭിനയിച്ചോ? കയ്യെ പിടിച്ച് പറഞ്ഞേ. പക്ഷേ നിങ്ങളുടെ ഹൃദയവും സകലവും ആർക്കറിയാം? അവിടെ മാത്രം അഭിനയിക്കേണ്ടെന്നൊന്ന് പറഞ്ഞേ. പക്ഷെ നിങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടെ കർത്താവിന് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ സ്നേഹം ഓർക്കുമ്പോഴാണ് നമുക്ക് പാപം ചെയ്യാൻ പറ്റാത്തത്. ശരിയല്ലേ? അല്ലേ? നമ്മൾ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ കർത്താവിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരും. അല്ലേ? അപ്പം നമ്മൾ പാപം ചെയ്യുമോ? ഇല്ല, നമുക്കിഷ്ടമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മുടെ ഗുണദോഷങ്ങൾ നോക്കാതെ തിരഞ്ഞെടുത്ത നല്ല കർത്താവിന് അതായിരിക്കണം ദൈവമക്കളുടെ ധൈര്യം. എന്താണ് ദൈവമക്കളുടെ ധൈര്യം? ഞാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ കർത്താവിൻ്റെ കൺമണിയാണ്. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളൊക്കെ പെണ്ണ് കെട്ടിയപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ പെണ്ണിന് വേണ്ടി ഒരുക്കം ചെയ്തിട്ടല്ലേ കെട്ടുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നാഥൻ നമ്മളെ സ്വീകരിച്ചപ്പോൾ ആത്മീയത്തിലും ഭൗതികത്തിലും വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്.
എല്ലാം നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നേ ഉള്ളൂ. തക്ക സമയത്ത് വെളിപ്പെട്ട് വരും. എല്ലാ കരങ്ങളും ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാനായിരുന്നു യേശുവെങ്കിൽ ഈ പുള്ളിയെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. ഉള്ള കാര്യം പറയാം. ഹെവൻലി ബിസിനസ് ശുശ്രൂഷകനായിട്ട് ഇങ്ങേരെ തോമസ് ഊട്ടി ബ്രദർ ആയിരുന്നെങ്കിൽ എടുക്കുമോ? എത്ര കേസുണ്ടായിരുന്നു? 27. പിന്നെ ഷാപ്പ് പൊളിച്ച് കളഞ്ഞ്, അതായത് ഒരു പൗരസമിതി. ഈ പുള്ളിയെ ബോധമുള്ള ഒരു ഹെവൻലി ബിസിനസ് ശുശ്രൂഷകനാക്കുമോ? കയ്യെ പിടിച്ച് പറ, യേശുവിന് നിങ്ങളുടെ അത്രയും ബോധമില്ലെന്ന് പറഞ്ഞാട്ട്. ഈ മനുഷ്യനെ കർത്താവ് ഇങ്ങനെ അങ്ങ് പിടിച്ചു. അങ്ങനെ പിടിക്കാൻ ആരും ഇല്ലാഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ അങ്ങനെ ആയത്. കയ്യെ പിടിച്ച് പറ, പോലീസിനെ തല്ലുന്ന പാർട്ടി നിങ്ങളുടെ അകത്തും ഇരിപ്പുണ്ടെന്ന് പറ. ഇന്ന് വന്ന വഴിക്ക് തന്നെ തല്ലിയിട്ടല്ലേ വന്നേ? ആ വണ്ടി കൃത്യത്തിന് പോലീസ് ഇങ്ങോട്ട് വിടണമെന്നൊക്കെ പറഞ്ഞപ്പം തല്ലിയില്ലെന്നല്ല ഉള്ളൂ, അകത്ത് തല്ലണമെന്ന് വന്നില്ലേ? നമ്മൾ പാവമല്ലാത്തതുകൊണ്ട് ഉള്ളുകൊണ്ടൊരു തല്ല് കൊടുത്തല്ലേ? അത്രയല്ലേ ഉള്ള വ്യത്യാസം. ഇപ്പം കർത്താവ് നോക്കുമ്പോൾ നമ്മളും ഇവരും എല്ലാം ഒരുപോലെ ഉള്ളു. നമ്മുടെ അകത്തും ഇതെല്ലാം ഇരിപ്പുണ്ട്. പ്രൈസലോ. അവർക്ക് ആവശ്യം ശിക്ഷ കൊടുക്കാതിരിക്കാനൊക്കത്തില്ല. ഇദ്ദേഹത്തെയൊക്കെ പിടിച്ച് അകത്തിട്ടില്ലെങ്കിൽ ഉള്ള ജീപ്പെല്ലാം കത്തിക്കും. അതിനാ ശിക്ഷ വെച്ചിരിക്കുന്നു, അതിനാ നിയമം വെച്ചിരിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്താൻ യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ ഒക്കൂ. അല്ലേ? യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം കുറേ പേര് നിരീശ്വരവാദ പ്രസ്ഥാനമൊക്കെ ആയിട്ട്, എനിക്ക് അവരോടും കനിവാകട്ടോ. ദൈവം ഇല്ലെന്നാണ് അവർ പറയുന്നു. ഇതെല്ലാം കളിപ്പീര് പ്രസ്ഥാനമാണ്. കളിപ്പീര് പ്രസ്ഥാനമാണെങ്കിലും ഇല്ലാത്ത യേശു ഉണ്ടെന്ന് പറഞ്ഞ് ഈ പുള്ളി കൂടി നിർത്തിയല്ലോ. ഇനി യേശു ഇല്ലെന്നോ എന്തെങ്കിലും നിങ്ങൾ കഥ ഉണ്ടാക്കിക്കോ. ആ കഥ വെച്ച് ഈ പുള്ളി രക്ഷപ്പെടുന്നുണ്ടല്ലോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. മദ്യപാനം മാറിയ കർത്താവെന്ന് പറയുന്ന ഈ കഥയെന്നാണല്ലോ ചൊല്ലുന്നത്. ഈ കഥയെന്നാണല്ലോ ഇവരെല്ലാം ഉണ്ടാക്കിയത്. കഥയാന്നല്ലേ? അല്ലേ? ആ കഥ കേട്ട് മദ്യപാനം മാറിയ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ മാത്രം ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. മദ്യപാനം ഇവരുടെ ഭർത്താക്കന്മാർ മദ്യത്തിന് അടിമപ്പെട്ടവരായിരുന്നു. യേശു അവരെ വിടുവിച്ചു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആത്മഹത്യാശ്രമം വരെ നടത്തിയവരിവിടെയുണ്ട്. സജി ബ്രദർ 3 തവണ തൂങ്ങിയതാണ്. ഈ കഥ കേട്ട് പുള്ളി ആത്മഹത്യ മാറി. ആത്മഹത്യയിൽ നിന്ന് വിടുതലായ കുടുംബങ്ങൾ കര ഉയർത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്നേ. ഇവരെ ആത്മഹത്യാശ്രമമൊക്കെ നടന്ന വീടുകളിൽ നിന്ന് വന്നവരാണ്. യേശു എന്ന് പറയുന്ന കഥയാന്നല്ലേ ഇവരൊക്കെ പറയുന്നത്. ആ കഥ കേട്ടപ്പം മാറ്റം കിട്ടിയവരാണ്. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇരുന്നാൽ വീട്ടിൽ വഴക്കായിരുന്നു, അലോക്യമായിരുന്നു. ഇപ്പം യേശുവിൻ്റെ കഥ വന്നേ പിന്നെ വീട്ടിൽ സമാധാനമായെന്ന് പറയുന്ന ഒരു കൈ ഉയർത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിൽക്കണം. വഴക്കായിരുന്നു, ഞാൻ എൻ്റെ രാജാവാണ്. ഞങ്ങളുടെ വീട് വഴക്കായിരുന്നു, അലോക്യമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നല്ല സമാധാനമാണ്. ഈ കഥ സമാധാനം ഉണ്ടാക്കിയില്ലേ? അതിനായിട്ട് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസലോ. ഇനി ലാൽജി ബ്രദർ ഇപ്പം നമ്മളുടെ ഒരു സഭയുടെ ശുശ്രൂഷകനാണ് ഇദ്ദേഹം. ഭാര്യ നേഴ്സിനെ ആരും ഇദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പെണ്ണ് കൊടുക്കത്തില്ല. പെണ്ണ് കിട്ടത്തില്ലായിരുന്നു. 27 കേസും കഞ്ചാവും ഉള്ള ആരും അടുപ്പിക്കത്തില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖമല്ല ഇങ്ങനെ ചാര നിറത്തിലായിരുന്നു. ഓർക്കുന്നുണ്ടോ? ചാരം വാരി തേച്ച് ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ഈ സഭയിൽ ആദ്യമായിട്ട് വരുന്നത്. ഇദ്ദേഹമൊക്കെ രക്ഷപ്പെടുമ്പോൾ തങ്കു ബ്രദർ കൊടുത്താന്നാ പറയുന്നത്. ഈ യേശുവിനെ ഒഴിവാക്കണം. യേശു കൊടുത്തതാ. നീ മര്യാദയ്ക്ക് വന്നാൽ നിന്നെ സാമ്പത്തികമായി യേശു അനുഗ്രഹിക്കും. യേശു 3 തവണ തൂങ്ങിയതല്ലേ? അതെ 3 തവണ തൂങ്ങിയതാണ്. 3 തവണ തൂങ്ങുകയും ചെയ്തു. ഒരു പ്രാവശ്യം ഭാര്യ എടുത്ത് കിണറ്റിൽ വിട്ടു. ഇത് യേശുവിൻ്റെ കഥ കേട്ടല്ലേ ഇങ്ങനെ മാറ്റം വന്നേ? അതെ, യേശുവിൻ്റെ കഥ കേട്ട. അത് കഥയാണെ കഥയായിട്ടിരുന്നോട്ടെ. ഞങ്ങൾക്കിത് കഥയല്ല. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. 84 സെപ്റ്റംബർ 19 എൻ്റെ മുറിക്കകത്ത് യേശു ഇറങ്ങി വന്നു. ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങൾ സ്വർഗീയവിരുന്നിൽ ചേരണ്ട, യേശുവേ എന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ നിരീശ്വരവാദി ആയിരിക്കാം, പക്ഷേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. കയ്യെ പിടിച്ച് പറ, നിങ്ങൾ നിരീശ്വരവാദി ആയിരിക്കാം,
യേശുവേ എന്നൊന്ന് വിളിച്ച് നോക്ക്. ഇറങ്ങി വരികയോ വല്ലോ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ മുറിയിൽ ഒന്ന് ഇറങ്ങി വരികയാണെങ്കിൽ നല്ലതല്ലേ? കയ്യെ പിടിച്ച് പറ. സ്തോത്രം. ആ കഥ കേട്ട് ഈ ആൾ പൂർണ്ണമായിട്ടും മാറി ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ ഈ കഥ പറയുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങോട്ട് ഒരു 4 പ്രാവശ്യം വന്നത് വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് നടന്നാ വന്നത്. ഇപ്പോൾ തൻ്റെ ഭാര്യ ഒരു നേഴ്സാണ്. ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു. സ്തോത്രം. ഇത് തങ്കു ബ്രദർ കൊടുത്തതാണെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? യേശുവിനെ പിശാചിനെ ഒഴിവാക്കണം. യേശു ഉണ്ടെന്നുള്ളത് ഒഴിവാക്കണം. ഇവിടെ വരണ്ട. യേശുവിനെ വിളിച്ചാൽ നിങ്ങളുടെ വള്ളത്തേൽ അന്ന് പത്രോസിൻ്റെ വള്ളം നിറഞ്ഞെങ്കിൽ ഇന്നും നിറയും, ഇന്നും നിറയും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. അന്ന് ചെയ്തതല്ല ഇപ്പോഴും ചെയ്യും. രോഗസൗഖ്യം നടക്കും. സ്തോത്രം. ക്യാൻസർ സൗഖ്യമാവും. അത്ഭുത രോഗസൗഖ്യം കിട്ടിയിട്ടുള്ളവർ മാത്രം കര ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കാണും. കൈ ഉയർത്തി വീശി കാണിച്ച് അത്ഭുത രോഗസൗഖ്യങ്ങൾ കണ്ടല്ലോ. സ്തോത്രം. ഈ നല്ല കർത്താവിനെ കരമടിച്ച് ആർപ്പോടെ നമുക്ക് സ്തുതിക്കാം. യേശുവിലായപ്പം ഉച്ചനീചത്വങ്ങൾ മറ്റുള്ളവരെയും കൂടെയൊക്കെ ഒന്ന് നമ്മൾ ഒരു കാലത്ത് കൂടെ ഇരിക്കാൻ മടിച്ചവർ, അവരെയൊക്കെ ഒന്ന് സഹോദരങ്ങളായിട്ട് കാണാൻ എനിക്ക് പറ്റിയെന്ന് പറയുന്നവരൊന്നും കൈ ഉയർത്തിക്കുന്നു. ഈ യേശുവിൻ്റേതൊരു കഥയാണെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ? ഞങ്ങൾ മൊത്തത്തിൽ നന്നായെന്നൊന്നും പറയുന്നില്ല. കൈപിടിച്ച് പറ. ഞങ്ങൾ മൊത്തത്തിൽ നന്നായെന്നൊന്നും പറയുന്നില്ല. കുറച്ചൊക്കെ ഒരു മാറ്റം. ഓക്കെ. ഈ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യ രാഷ്ട്ര സ്നേഹം എനിക്ക് കൂടിയെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടി. ഈ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഈ കഥ എല്ലാവരും അറിയട്ടെ. എല്ലാവരും അറിയണമെന്നേശുവേ, പാരിലെല്ലാവരും അറിയണമെന്നേശുവേ, എല്ലാവരും അറിയണമെന്നേശുവേ, പാരിൽ